ഇന്ന് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നിമി മോക്ക് ടെസ്റ്റിൽ നിന്നുള്ള ആർച്ചസ് ആൻഡ് ലിൻഡൽ എന്ന് പറഞ്ഞ പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. PSC എക്സാമിനും അതുപോലെ തന്നെ ITI തിയറി എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ആർച്ചസ് ആൻഡ് ലിൻഡൽസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സ് ഓഫ് ആർച്ച്? ഒരു ആർച്ചിൻ്റെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് പിയർ എന്ന് പറയുന്നത്. എൻഡ് സപ്പോർട്ടുകളെ നമ്മൾ അബട്ട്മെൻറ്റ് എന്ന് പറയും. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിന് നമ്മൾ പിയർ എന്നാണ് പറയാറുള്ളത്. ഹൗ മെനി സെൻറ്റേഴ്സ് ആർ ഇൻ ട്യൂഡോർ ആർച്ച്? ട്യൂഡോർ ആർച്ചിൽ എത്ര സെൻറ്ററുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 സെൻറ്ററുകളാണ് ഉള്ളത്. ട്യൂഡോർ ആർച്ചിലും വെനീഷ്യൻ ആർച്ചിലും 4 സെൻറ്ററുകളാണ് ഉള്ളത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ആർച്ച്? ഈ കൊടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് ആർച്ചാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് 4 സെൻറ്റർ ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വെനീഷ്യൻ ആർച്ചാണ് കേട്ടോ. 4 സെൻറ്ററുള്ള ഒറ്റ ആർച്ച് ഈ ഓപ്ഷനിലുള്ളൂ, അത് വെനീഷ്യൻ ആർച്ചാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ സെൻറ്ററിലുള്ള സ്റ്റോൺ ആണ്. അതിന് നമ്മൾ കീ സ്റ്റോൺ അല്ലെങ്കിൽ സിംപ്ലി കീ എന്നൊക്കെ പറയും. അപ്പോൾ കീ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ ആർച്ച് കൺസ്ട്രക്റ്റഡ് ഓവർ എ വുഡൻ ജോയിസ്റ്റ് ഓർ ഫ്ലാറ്റ് ആർച്ച്? നമ്മളൊരു വുഡൻ ജോയിസ്റ്റിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആർച്ചിൻ്റെ മേലെയോ ഒക്കെയാണ് നമ്മളൊരു ലിൻഡൽ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് റിലീവിങ് ആർച്ച് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു ടേണിംഗ് പീസാണ് കേട്ടോ. നമ്മൾ ആർച്ചിൻ്റെ സെൻറ്ററിങ്ങിലൊക്കെ കൊടുക്കുന്ന ഒരു ടേണിംഗ് പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ആർച്ചിൻ്റെ ഒരു താഴെ ഭാഗമാണ്, അതായത് സോഫിറ്റ്. ആർച്ചിൻ്റെ അണ്ടർ സർഫസിന് നമ്മൾ സോഫിറ്റ് എന്ന് പറയാറില്ലേ, അതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോസ് ഓഫ് ലിൻഡൽ ഫെയിലിയർ? ഒരു ലിൻഡൽ ഫെയിലിയർ ആവാനുള്ള ഒരു റീസൺ, അതായത് ഈ താഴെ പറഞ്ഞുള്ള 4 ഓപ്ഷൻസിൽ അതിനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ആൻസർ വെർട്ടിക്കൽ ക്രാക്സ് ഇൻ ദ മേസൻട്രിയാണ്. മേസൻട്രിയിൽ എന്തെങ്കിലും ക്രാക്കൊക്കെ വരുമ്പോഴാണ് അത് ലിൻഡലിൻ്റെ ഫെയിലിയറിനെ ബാധിക്കുന്നത് കേട്ടോ. വിച്ച് ആർച്ചസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലാൻസെറ്റ് ആർച്ചസ്? ലാൻസെറ്റ് ആർച്ചസ് എന്നറിയപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് ആർച്ചാണെന്നുള്ളതാണ്. പോയിൻറ്റഡ് ആർച്ചസിനെയാണ് നമ്മൾ ലാൻസെറ്റ് ആർച്ച് എന്ന് പറയാറുള്ളത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുന്നതാണ് ലാൻസെറ്റ് ആർച്ച്. ഇനി ഐസോസ്ലെസ് ട്രയാങ്കിൾ വരികയാണെങ്കിൽ അതിന് നമ്മൾ ഐസോസ്ലെസ് ആർച്ച് എന്ന് പറയാറുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആർച്ച്? ഈ കൊടുത്തിരിക്കുന്ന ആർച്ച് ഏത് ടൈപ്പ് ഓഫ് ആർച്ചാന്നുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഹോഴ്സ് ഷൂ ആർച്ചാണ് കേട്ടോ. ഞാൻ പ്രസ് ചെയ്ത് മാറിപ്പോയതാണ്. ഹോഴ്സ് ഷൂ ആർച്ച്, അതായത് പകുതിയിനേക്കാളും കൂടുതൽ വരുന്ന ആർച്ചുകളെയാണ് നമ്മൾ ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറയാറുള്ളത്. ബുൾസൈ ആർച്ച് എന്താ, കംപ്ലീറ്റ്ലി റൗണ്ടഡ് ആയിട്ട് വരുന്ന ആർച്ചുകളെയാണ് നമ്മൾ ബുൾസൈ അല്ലെങ്കിൽ സർക്കുലർ ആർച്ച് എന്നൊക്കെ പറയുന്നത്. വാട്ട് ഈസ് ദ മിനിമം പീരിയഡ് ഫോർ ദ റിമൂവൽ ഓഫ് പ്രോപ്സ് ടു ബീംസ് ഫോർ എ സ്പാൻ ഓഫ് 6 മീറ്റർ ഇൻ ഫോംവർക്ക്? ഒരു 6 മീറ്റർ ഒക്കെ ഉള്ള സ്പാനുള്ള ഒരു ബീമിൻ്റെ പ്രോപ്സ് നമ്മൾ റിമൂവ് ചെയ്യുക എപ്പോഴാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഓപ്ഷനിൽ അത് 21 ഡേയ്സ് ആണ് കേട്ടോ. അപ് ടു 6 മീറ്റർ വരികയാണെങ്കിൽ 14 ഡേയ്സും 6ൽ കൂടുതലാണെങ്കിൽ 21 മീറ്റർ എന്നാണ് പറയാറ്. അപ്പം ഇതിലിപ്പോൾ 6 മീറ്റർ എന്ന് ഉദ്ദേശിച്ചത് 6 മീറ്ററിൻ്റെ മേലെ അല്ലെങ്കിൽ 6 മുതൽ 6 മീറ്ററിൻ്റെ മേലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 21 ഡേയ്സ് ആണ് ഇപ്പോൾ ഓപ്ഷനിലുള്ളത്. അതുകൊണ്ട് 21 ഡേയ്സ് നമ്മൾ ചൂസ് ചെയ്യാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ എക്സ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു താഴെയുള്ള ഒരു ബീമിൻ്റെ പോർഷനാണ്. അതിനെ നമ്മൾ ടൈസ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. ലെങ്ത് വൈസ് കൊടുക്കുന്ന ഒരു ബീമിൻ്റെ പോർഷൻ. ഇതും ആർച്ചിൻ്റെ ഫോം വർക്ക് എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിന് ടൈസ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ടേം ഫോർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻട്രാഡോസ് ആൻഡ് എക്സ്ട്രാഡോസ്? ഒരു ആർച്ചിൻ്റെ ഇൻട്രാഡോസ് എന്ന് വെച്ചാൽ ഇന്നർ കർവാണ്, എക്സ്ട്രാഡോസ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ കർവാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർച്ചിൻ്റെ ഡെപ്ത് എന്ന് പറയാറുള്ളത് കേട്ടോ. ആർച്ചിൻ്റെ ഡെപ്ത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിക്കൽ സപ്പോർട്ട്സ്? അപ്പം ആർച്ചിൻ്റെ വെർട്ടിക്കൽ സപ്പോർട്ട്സിൻ്റെ ഇടയ്ക്കുള്ള ക്ലിയർ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, സ്പാൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. വാട്ട് ഈസ് ദി ലിൻഡൽ? ഇത് എന്ത് കൈൻഡ് ഓഫ് ലിൻഡൽ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കമ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്കത് എന്തായിട്ട് ഉറപ്പിക്കാം, റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, അതായത് നമ്മുടെ RCC ലിൻഡലാണെന്നുള്ള കാര്യം ഉറപ്പിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിസ്റ്റൻസ് ദ ലിൻഡൽ ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വാൾ? നമ്മൾ സാധാരണ ലിൻഡൽ ഉണ്ടാക്കുമ്പം അത് സപ്പോർട്ടിംഗ് വാളിലേക്ക് കുറച്ച് കയറ്റി വെക്കും, ഇൻസേർട്ട് ചെയ്ത് വെക്കും. ആ ഒരു പോർഷന് നമ്മൾ പറയുന്ന പേരാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്നുള്ളതും. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വാട്ട് ഈസ് ദ നെയിം ഓഫ് മെമ്പർ ദാറ്റ് സപ്പോർട്ട്സ് ദ ബോർഡ്സ് ഇൻ ദ സെൻറ്ററിങ് ഓഫ് ആർച്ചസ്? ആർച്ചസിൻ്റെ സെൻറ്ററിങ്ങിൽ അതിൻ്റെ ബോർഡ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പാണ്. പ്രോപ്പ് എന്ന് പറഞ്ഞാൽ കാലാണ്. നമ്മൾ തട്ടൊക്കെ കൊടുക്കുമ്പോൾ കാല് കൊടുക്കില്ലേ, ഇങ്ങനെ നിലത്ത് കുത്തി വയ്ക്കുന്ന ആ കാലിനെയാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. അപ്പം ആർച്ചിൻ്റെ സെൻറ്ററിങ്ങിലാണെങ്കിലും ആ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ആ കോൺക്രീറ്റിൻ്റെ വെയിറ്റ് ഒക്കെ താങ്ങി നിർത്തണമെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ടായിട്ട് കാല് കുത്തൂലേ, ആ കാലിനെയാണ് പ്രോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അത് ആർച്ചിലാണെങ്കിലും എന്ത് കൈൻഡ് ഓഫ് സെൻറ്ററിങ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഫോം വർക്ക് ആണെങ്കിലും അതിന് പ്രോപ്സ് എന്നാണ് പറയുക.
വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് CC യൂസ്ഡ് ഇൻ RCC ലിൻഡൽ? RCC ലിൻഡലിൽ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ റേഷ്യോ ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1:2:4 റിപ്പീറ്റഡ് ആയിട്ട് PSC എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1:2:4. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് സ്റ്റിറപ്സ് അറ്റ് ദ എൻഡ് ഇൻ RCC ലിൻഡൽ? RCC ലിൻഡലിൽ അതിൻ്റെ സ്റ്റിറപ്പുകൾക്കിടയ്ക്കുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 18 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 18 സെൻറ്റിമീറ്റർ ആണ് സ്റ്റിറപ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിങ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ആർച്ച്? ഈ കൊടുത്തിരിക്കുന്നത് ഏത് ആർച്ചാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിലും 4 സെൻറ്ററാണ് ഉള്ളത്. ഇത് ട്യൂഡോർ ആർച്ചാണ് കേട്ടോ. വെനീഷ്യൻ ആർച്ചിനും 4 സെൻറ്ററാണ്, ട്യൂഡോർ ആർച്ചിനും 4 സെൻറ്ററാണ്. ഇതൊരു ട്യൂഡോർ ആർച്ചിൻ്റെ ഇമേജാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് മെമ്പർ ഇൻ സെൻറ്ററിങ് ഓഫ് ആർച്ചസ്? എ തിക്ക് വുഡൻ പ്ലാങ്ക് ഷേപ്പ്ഡ് ടു ദ കർവേച്ചർ ഓഫ് ആർച്ച് ആൻഡ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ പ്രോപ്സ്. ഒരു കർവ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പീസ്, കർവേച്ചർ, ആർച്ചിൻ്റെ കർവേച്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കർവ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പീസ്, അത് നമ്മൾ പ്രോപ്സ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യും. ആ ഒരു പീസിനെയാണ് നമ്മൾ ടേണിംഗ് പീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ഇമേജ് കുറച്ച് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പോൾ ടേൺ ചെയ്തിട്ടാണല്ലോ, ഇങ്ങനെ കർവ്ഡ് ആയിട്ടാണല്ലോ ആർച്ച് പോകുന്നത്. അപ്പോൾ ആ കർവേച്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ടേണിംഗ് പീസ് എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ ടേം ജനറലി യൂസ്ഡ് ഫോർ ദ വർക്ക് സച്ച് ആസ് ആർച്ചസ് ആൻഡ് ഡോംസ്? നമ്മളൊരു ആർച്ചോ ഡോമൊക്കെ ഉണ്ടാക്കുമ്പം അതിന് കൊടുക്കുന്ന ഫോം വർക്കിന് സ്പെഷ്യലി നമ്മളൊരു പേര് പറയും. അതാണ് സെൻറ്ററിങ്. ആർച്ചിൻ്റെയും ഡോംസിൻ്റെയും ഒക്കെ കൺസ്ട്രക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഫോം വർക്കിന് സ്പെഷ്യലി പറയുന്ന ഒരു പേരാണ് സെൻറ്ററിങ് കേട്ടോ. വാട്ട് ഈസ് ദ മിനിമം റേഞ്ച് ഓഫ് വാൾ പ്രൊവൈഡഡ് ഫോർ ടിമ്പർ ലിൻഡൽ ബിയറിംഗ്? ഒരു ടിമ്പർ ലിൻഡൽ ബിയറിങ്ങിന് നമ്മൾ എത്രയാണ് മിനിമം ബിയറിംഗ് കൊടുക്കാറ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 15 to 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 15 to 20 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഒരു ടിമ്പർ ലിൻഡലിലൊക്കെ ബിയറിംഗ് ആയിട്ട് കൊടുക്കാറുള്ളത്. 15 to 20 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് റിബാണ് കേട്ടോ. റിബ് എന്ന് പറയുന്ന ഭാഗമാണ്. എഗെയിൻ ആർച്ചിൻ്റെ സെൻറ്ററിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് ലിൻഡൽ? ഈ കൊടുത്തിരിക്കുന്നത് ഏത് ലിൻഡലാണെന്നുള്ളതാണ്. ഇതൊരു സ്റ്റോൺ ലിൻഡലിൻ്റെ ഫിഗറാണ് കേട്ടോ. പിക്ചർ അത്ര ക്ലിയർ അല്ലെങ്കിലും സ്റ്റോൺ ലിൻഡലിൻ്റെ ഫിഗറാണ്. അപ്പം 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തു നിന്നുള്ളത്. PSC പഠിക്കുന്നവർ ഇമേജ് ഒഴികെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ആൻഡ് ITA എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ 25 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നോക്കി പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.